Once again, welcome back to our channel, Twin Girls Kathu and Chakki. ഇത് Thatta, a really tea time snack. അരിപ്പൊടിയും കടലപ്പരിപ്പും പൊട്ടുകടലയും ഒക്കെ കൂടി ചേർന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നല്ല രുചി. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനായി എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഉഴുന്ന്, 1 കപ്പ് വറുത്ത അരിപ്പൊടി, കൂടാതെ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ എള്ള്, 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായം, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കടലപ്പരിപ്പൊന്ന് കുതിർത്തിയെടുക്കണം. അതിനായി കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് അത് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് ഉഴുന്നുപരിപ്പ് വറുത്തെടുക്കണം. അതിനായി ഇതുപോലൊരു പാൻ ചൂടാക്കി ഉഴുന്നുപരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഉഴുന്നുപരിപ്പിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പോഴേക്കും നമുക്ക് പൊട്ടുകടല കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ഇട്ട ശേഷം ഒരു 1-2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പം ഉഴുന്നുപരിപ്പും പൊട്ടുകടലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ജാറിലേക്കിട്ട് നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കാം. എല്ലാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ച് തുടങ്ങാം. അതിനായിട്ട് ഇതുപോലൊരു വലിയ ബൗളെടുത്ത് അതിലേക്ക് ആദ്യം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ പൊടിച്ചെടുത്ത പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി, തേങ്ങ, കായപ്പൊടി, ചെറിയ ജീരകം, മുളക് പൊടി, എള്ള്, ഉപ്പ്, കറിവേപ്പില, കുതിർത്തെടുത്ത കടലപ്പരിപ്പ് ഇവയെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടാക്കിയ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എണ്ണയും മസാലകളും പൊടിയും എല്ലാം കൂടെ നന്നായി മിക്സ് ആകുന്നതിന് വേണ്ടിയാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ വെള്ളമൊഴിച്ച് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുറേശ്ശെ വെള്ളമൊഴിച്ച് ഈ മാവ് കുഴച്ചെടുക്കാം. ഈ മാവ് കുഴയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം കൂടിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കുഴയ്ക്കേണ്ടത്. നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ കയ്യിലെടുത്ത് മാവിൻ്റെ മുകളിൽ എല്ലാ വശത്തും ഇതുപോലെ പുരട്ടി കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ മാവ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാവ് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. പൂരിക്കൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും അല്പം കൂടി ചെറിയ ഉരുളകളായിരിക്കും നല്ലത്. കയ്യിലൊരൽപ്പം എണ്ണ കൂടി തടവി കൊടുത്ത ശേഷം മാവ് ഉരുട്ടുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ മാവ് ഉരുട്ടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ മുഴുവൻ മാവ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുക്കാനായി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച ശേഷം അതിൻ്റെ എല്ലാ വശത്തും എണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു ഉരുളയെടുത്ത് ഷീറ്റിൻ്റെ നടുക്ക് വെച്ച ശേഷം ഇതുപോലെ ഷീറ്റൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അടിവശം ഫ്ലാറ്റായ ഒരു പാത്രമോ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. മാവ് നന്നായി പരന്നു വന്നിട്ടുണ്ട്. കണ്ടോ,
നന്നായി പരന്നു വന്നിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ അകത്ത് കയറി നന്നായി മുരിഞ്ഞു വരാനാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഒരെണ്ണം കൂടെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ബോൾ വയ്ക്കുന്നു, കവർ മടക്കുന്നു, അതിനുശേഷം ഒരു ഫ്ലാറ്റായ എന്തെങ്കിലും പാത്രമോ വല്ലതും ഉപയോഗിച്ച് അമർത്തി കൊടുക്കുന്നു. പാത്രം വെച്ച് അമർത്തി കഴിയുമ്പോഴും ഷേപ്പിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഫോർക്ക് വെച്ച് ഹോൾസും കൊടുത്തു. പരത്തി കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. ഇനി തിളച്ച എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനായി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഒരു വശം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ആയി വരാൻ ഒത്തിരി സമയമൊന്നും എടുക്കുകയില്ല, വേഗം തന്നെ റെഡിയാകും. നമ്മുടെ തട്ട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കി കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പരത്തി വെച്ചിരുന്ന മുഴുവൻ മാവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. തട്ട സെർവിങ് ഡിഷിലേക്ക് മാറ്റി സെർവും ചെയ്തിട്ടുണ്ട്. ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. അപ്പോൾ ഒരു പുതിയ റെസിപ്പിയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.